പിന്നെ എന്റെ കൂട്ടുകാരെ പുറമേ ഒരു ചപ്പയെ കണ്ടില്ലേ, നിഷാദിന്റെ ഒരു മൊഞ്ചുള്ള പുരയെടുത്തേക്ക് നമുക്കൊന്ന് കാണുവാൻ പോവാ. അല്ല മൊഞ്ചുള്ള പുരയാന്ന് പറയാനായിട്ടേക്ക് എല്ലടോ ഇവിടെ ഒട്ടാക്ക് അടച്ച് പൂട്ടിയിട്ടാന്നുള്ളത്. ബൈത്തില്ല ആയിഷ അന്നെ ക്യാമറ കാണുന്നുണ്ടോളി, ഒന്ന് ഞൊക്കി നോക്കുക. ക്യാമറ ഉണ്ട് ഇവിടെ, ഒന്നും തൊടുവൊന്നും വേണ്ട, അത് തന്നെ തുറന്നിട്ടുണ്ട്. ഡോറിന്റെ മുകളിലുണ്ട് ക്യാമറ. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ മാഷാ അല്ലാ. മുഞ്ചുള്ള പൊരിയാന്നല്ല നിജാദ്, നമ്മൾ ഇരിക്കുന്ന സ്ഥലം. ഓ എല്ലാ മുഞ്ചന്മാരും ഉണ്ടല്ലോ. ഇല്ല ഓ സംഗതി അങ്ങനെ അല്ലെങ്കിലോ നമ്മളിപ്പോ ഏടെ യാത്ര ചെയ്താലോ ഏടെ പോയാലോ നമ്മളെ മനസ്സിൽ അവസാനം ഉണ്ടാവും ഒരാണെങ്കിൽ പൊരയിലെത്തേണ്ടിരുന്ന അല്ല. അതെ പുരക്കടുങ്ങ, അതെ ഇങ്ങെത്തണോ. നമ്മളെവിടെ പോയി കഴിഞ്ഞാൽ നമ്മള് പുരക്കത്തോ ഒരു ആശ്വാസം. സ്വപ്നം പൂവണിഞ്ഞ് മാഷാ അല്ലാ. അപ്പൊ നമ്മളെ മനസ്സിലുള്ള ഇങ്ങനെ തന്നെയാണോ ഈ ഒരു സങ്കല്പം തന്നെയാണ് നമ്മളെ പോരാ. ഈ സങ്കല്പത്തിലൊരു വീടെടുക്കണമെന്നായിരുന്നു ആദ്യം. പഠിച്ചവനക്ക് ഷുഗർ. കഴിഞ്ഞാൽ എന്റെ ഉപ്പാക്കും ഉപ്പാന്റെ പാർട്ണറായ കരിച്ചേരി മൊയ്തുക്ക. ഓലാണ് ഇതിന്റെ ചുക്കം പിടിച്ചേ. രണ്ടാളും മൊയ്തുക്ക മകന്റെ സ്ഥാനത്ത് കണ്ട്. അതെ സാധിക്കിട്ട്. ഓ ഭയങ്കര ഇഷ്ടമായി എനിക്ക്, നല്ല മൊഞ്ചുണ്ട് കാണാൻ. ഇനി കണ്ടിട്ടില്ലല്ലോ പുര കാണാം. ഓ അതെ അതെ. ഇതൊക്കെ ഒരു വട്ടമേശ സമ്മേളനം നടത്തുവല്ല ഡൈനിങ് ടേബിളാന്ന്. എന്തെല്ലാം സാധനങ്ങളാണ് ഇതിന്റെ മുകളിൽ കൊണ്ടാക്കേണ്ടി വരുവ ഇത് നിറയണമെങ്കില്. എന്താ ഡൈനിങ് ടേബിള്. നിങ്ങളെന്നാ വിചാരിക്കുന്ന ഇത് പുളിക്കൂല തോടാക്കാന്നാ? അന്നല്ല, ഇത് നമ്മളെ നിഷാദിന്റെ പുരേന്റെ ഉള്ളായത്. എന്തെല്ലാം മീനാളെ. ഇനി അഥവാ ഒരു ദിവസം മീൻ കിട്ടിയില്ലാന്ന് വെച്ചി ഇതിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് മുറിച്ചിട്ട് ഏലായിക്കോട്ടെ. ഇതൊക്കെ വെള്ളയെല്ലാം തുള്ളും നോക്ക് കോണീന്റെ ഉള്ളിൽ കൂടി. എന്തെല്ലാം രസാ. ഇതാ ബെഡ്റൂം, എന്താ മുഞ്ചുള്ള ബെഡ്റൂം. ഓ ഇതാ ബാത്റൂം, ഒന്നും പറയണ്ട. കുളിക്കുവാനെല്ലാം വേറെ ഗ്ലാസ് നീക്കിട്ട സംഗതി ഇതിന്റെ അകത്ത് തന്നെ കിടന്നുറങ്ങാൻ തോന്നുന്നു. അങ്ങനത്തെ സെറ്റപ്പാണ്. അടുക്കളയെല്ലാം നോക്കറോ ഇങ്ങക്ക് ബെഡ്റൂം പോലെ ഉണ്ട്, ബെഡ്റൂം പോലെ. എന്താ സെറ്റപ്പ്. ഗ്യാസ് അടുപ്പെല്ലാം നോക്കാം, അങ്ങനെ ബെറ്റന്നെ തിരിയുന്നില്ല അതിൻ്റെ ഉള്ളിൽ ചാച്ചിട്ട്. അതേപോലെ തന്നെ പിടിച്ചിതാ ഇത് നിന്നാ കണ്ണാടികൾ മാറിയോ. എന്തെന്നാ ഇത് സാധനം. ഇനിയിപ്പം ചെറുങ്ങനെ ഒന്ന് ഭക്ഷണം കഴിക്കണ അതിന് ചെറിയ ടേബിളുണ്ട്. അതിന്റെ തൊട്ടരിയത്തിതാ കുട്ടിയൊക്കെ പഠിക്കാനുള്ള ചെറിയൊരു ടേബിളും. ഇനിയിപ്പോ നിശാന്തേ പിന്നെ വൈകുന്നേരം ഒരു കട്ടനെല്ലാം എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആടിക്കൊണ്ട് കുടിക്കണേ, അതും കുടിക്കലാ. ഒരു വൈബാ. ഓ മയം കൂടിയും പെയ്യുന്നുണ്ട്, പിടിച്ചാൽ കിട്ടൂല. ഓ എനിക്ക് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അതിശയായിട്ട് തോന്നിയത് എന്താ, ഇവിടുത്തെ നിസ്കാര റൂം. ഇനി റൂമൊന്നും പറഞ്ഞൂടാ, വലിയൊരു ഹാള്. 100 ആൾക്ക് നിസ്കരിക്കാൻ പറ്റിയൊരു ഹാളിതാ മക്കളെ. സാധാരണ എല്ലാ പോലും ചെറിയൊരു റൂമല്ലേ ഉണ്ടാവാ. ഇത് നോക്കറോ ഇങ്ങക്ക് ഏതേത് വിശാലമായ നിസ്കാര ഹാളാ. സംഗതി പൊരേന്റെ അതിശയം കാണിക്കുന്നെങ്കിൽ ചിലപ്പോ 3-4 ദിവസം വേണ്ടി വരും. സംഗതി ഉള്ള പറയുന്നത് എന്താ, അടിയിൽ 3 ബെഡ്റൂം ഉണ്ട്, മേലെ 3 ബെഡ്റൂം ഉണ്ട്. പിന്നെ ഹാളുകൾ 1-2 ഒന്നല്ല, ഒരുപാട് ഹാളുകളും. സംഗതി ഒരു പിടുത്തം വിട്ട ഒരു മുഞ്ചുള്ള ഒരു പൊര തന്നെയാണ് ഇത്. അപ്പൊ നമ്മളെ പൊരേന്റെ വരുന്നത് എനിക്കാ പുറമേരി അല്ല. ഇതെന്തെല്ലാം കളിയാ. ഞാൻ ഇത് വീടിന്റെ പരസ്യറ്റാ. ഇതൊരു പൊരേ കൂടല്ലേ. നമുക്ക് പൊരേ കൂണ്ട കാഴ്ച ഒന്ന് കാണാലോ. അതുപോലെ തന്നെ പൊരേ കൂടുന്ന നിശാന്തിനും കുടുംബത്തിനും മുഞ്ചൻ സിറാജിന്റെ ഹൃദയം നിറഞ്ഞ ആശംസ അറിയിക്കുന്നുണ്ട്. നമ്മള് നിഷാദാക്കിയാരാ നമ്മളെ ബൈത്തുൽ ഷായിയാന്നേ.